Watch India's largest kids library only on Jio Hotstar. Download the app now. അങ്ങോട്ട് നോക്ക് മുയൽ. ഓഹോ, എന്ത് ഭംഗിയുള്ള മുയലാന്ന് നോക്കിയേ. നമുക്ക് ഇതിനെ കൊണ്ടുപോയി കാട്ടിൽ വിട്ടിട്ട് വരാം. ഇവിടെ ആകുമ്പോ കാറിന്റെയും ട്രക്കിന്റെയും അടിയിലൊക്കെ പെട്ടുപോയാലോ. വരൂ. ഞാനൊരു സ്വതന്ത്രനായ ജിന്നാണ്. എന്നിട്ട് എന്റെ മറ്റെല്ലാ ജിൻ സഹോദരങ്ങളെയും പൂർണ്ണമായിട്ട് സ്വതന്ത്രനാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു തീരുമാനമെടുത്തു. അതായത് ഇന്നു മുതൽ മനുഷ്യന്മാരെയും ജിന്നാക്കി മാറ്റിയിട്ട് മറ്റു മനുഷ്യന്മാരെ സേവിക്കാനായിട്ട് അയക്കും. അതിന് ഞങ്ങൾ മനുഷ്യരല്ലേ, നീ എങ്ങനെയാ ഞങ്ങളെ ജിന്നാക്കി മാറ്റുക? ഞാനൊരു ജിന്നാണ്, എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും. അലമലൂയ തക തക അലമലൂയ. മോട്ടു പത്ലു ജിന്നായി മാറട്ടെ. വരൂ. ഇതെന്തൊരു അത്ഭുതമാണ്. കലക്കി. ബോസ്, ഇത് ജിന്നുള്ള വിളക്കാണെന്ന് തോന്നുന്നു. ജിന്നുള്ള വിളക്കാണെങ്കിൽ സിംഗിൾ ആയിരിക്കില്ലേ? ഇത് ഡബിൾ ആണല്ലോ. വരൂ, നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. ഇനി ചിലപ്പോ 2 ജിന്ന് പുറത്തു വന്നാലോ. ആവശ്യം അറിയിച്ചാലും എന്റെ ആക്കാ. ഇത് നമ്മുടെ ബോട്ടും ബദലും അല്ലേ? ഇവരെങ്ങനെയാ ജിന്നായി മാറിയത്? ജിന്നായിട്ട് കൂടി ഇവന്മാരെന്തിനാ എന്റെ പുറകെ വരുന്നത്? അതെ, ഞങ്ങള് ജിൻ എങ്ങനെയാന്നുള്ള കാര്യമൊക്കെ വിട്. ആവശ്യം അറിയിച്ചാലും ആക്കാ. ഞങ്ങളിപ്പോ എന്താണ് ചെയ്യേണ്ടത് അത് പറഞ്ഞാലും. ഈ ജോണായിരിക്കും ഡോൺ. എനിക്ക് കാട്ടിൽ താമസിച്ച് മടുത്തിരിക്കുക. എനിക്ക് വേണ്ടി ഒരു കൊട്ടാരം പണിയാമോ? വേഗം വാ. ഇന്ന് നമുക്ക് ജോണിനെ ശരിക്കും ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കണം. അപ്പൊ ഇനി അവനൊരു ശരിക്കുള്ള ജിന്നിനെ കിട്ടിയാലും അതിനെ ഒരു പണിയും ചെയ്യിക്കാൻ പാടില്ല. ജോണിന് രാത്രി കിടക്കാനായി കൊട്ടാരം പണിയുന്നു മോട്ടു പത്ലു ജിൻ. എന്താണിത്? ഇത് തലകുത്തിയാണല്ലോ നിൽക്കുന്നത്. ഇതിനെ നേരെയാക്ക്. നിങ്ങൾ അത് ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു? കൊട്ടാരം നേരെ വേണോ അല്ലെങ്കിൽ തലകിഴായി വേണോന്ന്. ആദ്യം ശരിക്കും ഓർഡർ തരാൻ പഠിക്കേ. ഞങ്ങൾക്ക് എപ്പോഴും ഒരേ കാര്യം ചെയ്യാൻ പറ്റില്ല. കൊട്ടാരം അപ്രത്യക്ഷമാക്കിയേക്ക്. എന്നിട്ട് എല്ലാ ബാങ്കിന്റെ ലോക്കർ എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. ഇതാ പിടിച്ചോ ജോൺ സാറേ. ജോണിന് രാത്രി സുഖിക്കാനായി ബാങ്കിന്റെ ലോക്കർ കൊണ്ടുവരും മോട്ടു പത്ലു ജിൻ. ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. രക്ഷിക്കൂ. ഇനി എനിക്ക് ലോക്കറും വേണ്ട, ഒന്നും വേണ്ട. അത്യാഗ്രഹം ആപത്താണ്.
സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. മര്യാദയ്ക്ക് പറഞ്ഞോ നിങ്ങൾ എങ്ങോട്ടായി പോണത്? ഇതെന്തിനാ എന്റെ തലയിൽ തന്നെ ഇങ്ങനെ വന്ന് വീഴുന്നത്? മോട്ടു ബദലു, എന്നെ രക്ഷിക്ക്, രക്ഷിക്ക്. മമ്മി. ഇനി ഈ ലോക്കറൊക്കെ ഒന്ന് തുറക്ക്. അതെ, ഞങ്ങൾ ജിന്നാണ്, അല്ലാതെ കള്ളത്താക്കോലിട്ട് തുറക്കുന്ന കള്ളനല്ല. ഈ ലോക്കറൊക്കെ തുറന്നെനിക്ക് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിപ്പോ തന്നെ ഞാൻ തുറന്ന് കാണിക്കാം. എന്റെ അമ്മോ, അത് മോട്ടുപത്രു അല്ലേ? ഇവന്മാർക്ക് എന്താ സംഭവിച്ചത്? ഇവരെങ്ങനെ ഈ ജിന്നിനെ പോലെ മാറിയത്? ശബ്ദമുണ്ടാക്കാതെ നോക്കിക്കൊള്ളണം, ആരും മിണ്ടരുത്. എന്റെ അമ്മോ. ഇപ്പൊ ഇത് ഞാൻ തകർത്ത് കാണിക്കാം. ഈ ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെ ആയിരിക്കും ഡോൺ. എന്റെ അമ്മോ, മമ്മി, ഡാഡി. എഴുന്നേക്ക് സാറേ. മോട്ടു, ചിങ്കപ്പനെ ഒരുപാട് തവണ ജയിലിൽ അടച്ചിട്ടുള്ളതാ. ഇപ്പൊ നീ ചിങ്കത്തിനെ ജയിലിൽ അടയ്ക്കണം. അങ്ങനെ തന്നെ ആവട്ടെ എന്റെ ആക്ക. എന്റെ ആക്കയെ നിങ്ങൾ ജയിലിൽ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. സോറി, ബൈ ബൈ. മോട്ടു, ഞാൻ പറയുന്ന കേക്ക്, ഒന്ന് കേക്കാൻ. ഈ ലോക്കറൊക്കെ കാലിയാണല്ലോ. ഇതിലുള്ള കാശൊക്കെ എവിടെ? എന്റെ മുതലാളി, എന്റെ ആക്ക, നിങ്ങളല്ലേ പറഞ്ഞത് ലോക്കർ കൊണ്ടുവരാൻ? അതുകൊണ്ടാണ് ഞങ്ങൾ ലോക്കർ മാത്രം കൊണ്ടുവന്നത്. പണമൊക്കെ ബാങ്കിൽ തന്നെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ജിന്നായി എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പക്ഷേ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്റെ അടിമയാണ്. രാത്രിയിൽ എനിക്ക് നിങ്ങള് വീശി തരണം. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചെയ്യേണ്ട ജോലിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഊളത്തരമൊന്നും കാണിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് ജോൺ ഉറങ്ങിയെന്ന. പത്തുലു, എത്ര ദിവസം വെച്ചാ നമ്മളിങ്ങനെ അടിമയായി ജീവിക്കുക? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ കേൾക്ക്. എന്റെ പത്തുലു, എനിക്ക് എന്റെ മുതലാളി ആക്കയെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നു. ഒരു ജിന്നിന്റെ ധർമ്മം അവന്റെ ആക്കയെ നല്ലപോലെ പരിപാലിക്കണമെന്നാ. പക്ഷേ നമ്മുടെ മുതലാളി നമ്മളോട് പറഞ്ഞിട്ടില്ലേ, ആരെങ്കിലും സേവിക്കുകയാണെങ്കിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചിലപ്പോ നമ്മുടെ മുതലാളി ജോൺ നമുക്ക് ഈ കൽപ്പന തന്നിരുന്നെങ്കിൽ, അതായത് നിന്റെ മുതലാളിയെ ശരിക്കും അടിച്ച് അയാളുടെ തീരുമാനത്തിൽ നിന്ന് അയാളെ മാറ്റണമെന്ന്, അപ്പൊ എല്ലാം ശരിയായി വരും. എന്നിട്ട് നിങ്ങളുടെ മുതലാളിയെ ശരിക്കും എടുത്തിട്ട് അങ്ങ് പെരുമാറ്. അയാൾ അങ്ങനെയെങ്കിലും ഒന്ന് മര്യാദ പഠിക്കട്ടെ. അയ്യോ അയ്യോ, നിങ്ങൾ ഉണർന്നിരിക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ആക്കാം. ഞങ്ങളുടെ ആക്ക ഞങ്ങളോട് ആജ്ഞാപിച്ചിരിക്കുന്നു നിന്നെ ഇടിച്ച് പരിപ്പെടുക്കാൻ. എവിടെ പോയി രണ്ടെണ്ണം? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ലാമ്പിനകത്ത് തിരിച്ചു കയറാൻ പറ്റില്ല. എന്നെ രക്ഷിക്കൂ. നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യണേ? ഞങ്ങളുടെ യജമാനന്റെ ആജ്ഞ നിറവേറ്റിക്കൊണ്ടിരിക്കുക.
ആജ്ഞാപിച്ചാലും യജമാനനെ. എനിക്ക് സ്വതന്ത്രനാകാനായിരുന്നു ആഗ്രഹം, പക്ഷെ സ്വയം അടിമയായി മാറി. നിങ്ങൾ മനുഷ്യന്മാര് ഭയങ്കര തന്ത്രശാലികളാ. എന്നെ അടിച്ചൊടിച്ച് ലാമ്പിനകത്താക്കി, പിന്നെ ലാമ്പ് ഉരച്ച് എന്നെ തന്നെ നിങ്ങളുടെ അടിമയാക്കി മാറ്റി. നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് ഒരു ഉദ്ദേശവും ഞങ്ങൾക്കില്ല. ഞങ്ങളെ മനുഷ്യരാക്കി മാറ്റിയിട്ട് സ്വയം സ്വതന്ത്രനായിക്കോ. സത്യമാണോ താങ്കൾ പറയണേ? എല്ലാ മനുഷ്യരും നിങ്ങളെ പോലെ ആയിരുന്നെങ്കിൽ ഒരു ജന്നിനും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലായിരുന്നു. അലമലലൂയ, തക തക അലമലലൂയ. മനുഷ്യന്മാരായി മാറൂ മോട്ടു പത്ലു ജിൻ. ചെല്ല്, സന്തോഷമായിട്ടിരി, സ്വതന്ത്രനായിട്ടിരി. താങ്ക് യു മോട്ടു പത്ലു. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് മനുഷ്യന്മാരായി മാറിയത്? Hey! Hands up! Hands up! You all are under arrest. ഇനി പറഞ്ഞോ, ഇവിടെ എന്തൊക്കെയാ ഈ സംഭവിക്കുന്നത്? ചിലപ്പോ ജീനി, ചിലപ്പോ മനുഷ്യന്മാര്. What is happening here? ഞാൻ രാത്രി മുഴുവൻ ജയിലിനകത്തായിരുന്നു. രാവിലെ കോൺസ്റ്റബിൾസ് ആണ് വന്ന് എന്നെ തുറന്നു വിട്ടത്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? നിങ്ങൾ എന്താ ഈ പറയുന്നത് ചിങ്കം സാറേ? മിക്കവാറും നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും. You are right. ഞാൻ ചിലപ്പോ ഒരു സ്വപ്നം കണ്ടതായിരിക്കും. ബൈ ബൈ, ടാറ്റ, സീ യു, ടേക്ക് കെയർ. കോൺസ്റ്റബിൾസ്, നമ്മൾ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു. വരൂ പോകാം. നിക്ക്, അവിടെ നിക്ക്. ചിങ്കം സ്വപ്നം കണ്ടു, കോൺസ്റ്റബിൾസും സ്വപ്നം കണ്ടു, എന്റെ നമ്പർ 1ഉം നമ്പർ 2ഉം സ്വപ്നം കണ്ടു. അപ്പൊ ഞാനും അതേ സ്വപ്നം കണ്ടു. പക്ഷെ എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ? ഇത്രയും പേര് ഒരുമിച്ച് ഒരേ സ്വപ്നം ഒരേ സമയത്ത് എങ്ങനെ കാണാൻ സാധിക്കും? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.